മുന്തിയ സഖാക്കളെല്ലാം കൂടി സമൂലം കൂലം കഷായമാക്കി കുടിച്ചപ്പോൾ നിയമസഭാ തുരന്നെടുപ്പിലെ കൂട്ടത്തോൽവിക്ക് കാരണമായി കണ്ടെത്തിയത് 1 ഡസനോളം കാരണങ്ങളാണ്. നാട്ടുകാർക്കറിയാവുന്ന തോൽവിയുടെ കാരണങ്ങളൊന്നും ഈ കഷായക്കൂട്ടിലില്ലെങ്കിലും അവയെ രണ്ടായി സംഗ്രഹിച്ചാൽ കണിച്ചുകുളങ്ങരയിലെ നടേശഗുരുവും ശബരിമലയിലെ ശ്രീ അയ്യപ്പനുമാണ് തോൽവിയുടെ പ്രധാന ഉത്തരവാദികൾ. കള്ളന്മാർ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന സത്യം വെളിപ്പെടാതിരിക്കാനുള്ള കുറുക്കൻ സൂത്രങ്ങളാണ് അധികവും. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ചെന്നായ വളർത്തിയ കുട്ടി എന്ന സിനിമ കണക്കെ CPM വളർത്തി വലുതാക്കിയ കുട്ടിയാണ് VD സതീശൻ. ഒടുവിൽ കുട്ടി കവണക്കല്ലുകൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്തുന്നതുവരെ കുട്ടിയുടെ കരുത്ത് എതിരാളികൾക്ക് തിരിച്ചറിയാനായില്ല. അതിൻ്റെ കൈകാലിട്ടടിയാണ് ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും ചർച്ചിക്കുന്നതും. പാർട്ടിയിലെ വിശകലന വിദഗ്ധരൊക്കെ എത്ര പരത്തിയിട്ടും ഒന്നും മനസ്സിലാകാത്തതിന് കാരണം ഇതുമാത്രമാണ്. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നീക്കങ്ങളെ പാർട്ടി വല്ലാണ്ട് കുറച്ചു കണ്ടു. സതീശനെ ഒറ്റതിരിഞ്ഞും കൂട്ടമായും വ്യക്തിഹത്യ നടത്തി തച്ചുടച്ച് ജയിച്ചു കളയാം എന്ന് കരുതിയിടത്താണ് തോൽവിയുടെ തുടക്കം. നിയമസഭയിലും പുറത്തും ഒറ്റതിരിഞ്ഞാക്രമിച്ചപ്പോൾ സതീശൻ ഒറ്റയാന്റെ കരുത്തിലേക്ക് വളർന്നു. ആരുമില്ലാതാകുമ്പോൾ വിശ്വാസിക്ക് ദൈവം തുണ എന്ന് പറഞ്ഞതുപോലെ തികഞ്ഞ വിശ്വാസിയായ സതീശൻ തൻ്റെ ബോധ്യങ്ങളിൽ അടിയുറച്ചു നിന്ന് ജനാധിപത്യത്തിൽ വിശ്വസിച്ചു. മാധ്യമ കൂടാരങ്ങളിലിരുന്ന് പിണറായി ഭക്തരെല്ലാം എന്തിനോ വേണ്ടി തിളച്ചപ്പോൾ അവർക്കൊപ്പം ഭരണപക്ഷ നേതാക്കളും വെന്തു തിളച്ചു. ഈ സമയം എതിർ ശബ്ദങ്ങൾക്ക് കാതോർക്കാതെ സതീശൻ ജനങ്ങളിലേക്ക് ഇറങ്ങി. VD സതീശനിൽ നിന്ന് അയാൾ എല്ലാവരുടെയും VD-യായി വളർന്നു. മതസമുദായ വേദികളിലും വേദിക്ക് താഴെയും അവരുടെ മുഖത്തു നോക്കി വർഗീയതയ്ക്കെതിരെ നേരം പെയ്തു. ഭൂരിപക്ഷ വർഗീയതയെ താലോലി ചോമനിച്ച് നടന്ന സഖാക്കളെല്ലാം സതീശനെ പുച്ഛിച്ചു തള്ളി. തിരഞ്ഞെടുപ്പ് അംഗം കൊഴുത്തപ്പോൾ ആരോപണങ്ങൾ പലതും വ്യക്തിഹത്യയിലേക്ക് ചുരുക്കപ്പെട്ടു. അതോടെ ജനമനസ്സുകളിൽ VDS ആയി. ഭരണത്തുടർച്ചയിൽ പതഞ്ഞു പൊങ്ങിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതൊക്കെ അസംബന്ധമായി കരുതി സ്വയം കുരുതി കൊടുത്തു. സാധാരണക്കാർ പറയാൻ ആഗ്രഹിച്ചത് പലതും സതീശൻ അടയാളപ്പെടുത്തിയപ്പോൾ പൊതുജനങ്ങളും പാർട്ടിയുടെ ബഹുജനങ്ങളും അയാൾക്കായി കാതോർത്തു. പാർട്ടിയുടെ സ്വന്തം സഖാവായിരുന്ന VS-മായി പോലും സതീശനെ താരതമ്യപ്പെടുത്തി ചർച്ചകളും മുദ്രാവാക്യങ്ങളും ഉയർന്നു കേട്ടു. സതീശൻ ഇടതുപക്ഷമാകുന്നത് കണ്ടപ്പോൾ ഇടതുപക്ഷമെന്ന് നെറ്റിയിൽ ഒട്ടിച്ചു നടന്ന സാംസ്കാരിക നായകന്മാർ പോലും കളം മാറി ചവിട്ടി. അവർ ഇതാദ്യമായി പ്രത്യക്ഷത്തിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചു തുടങ്ങി. അപ്പോഴേക്കും വ്യക്തിഹത്യ അതിൻ്റെ തീനാമ്പ് പുറത്തെടുത്തു കഴിഞ്ഞിരുന്നു. സതീശൻ പോസിറ്റീവ് പൊളിറ്റിക്സ് സംസാരിച്ചപ്പോൾ അയാൾക്കെതിരെയുള്ള നെഗറ്റീവുകൾ തപ്പിയായിരുന്നു സഖാക്കളുടെ സഞ്ചാരം. സതീശൻ ഡിമോളിഷൻ എന്ന വ്രതമെടുത്തവർക്ക് അപ്പോൾ തോൽക്കാനല്ലാതെ വേറെ എന്താണ് വിധി?